എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പെൻഷൻ എന്ന് ലഭിക്കും? പല ആളുകളുടെയും സംശയമാണ്. അടുത്ത പെൻഷന് ഇനി 1.5 മാസത്തോളം കാത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 വരികയാണ്. കണക്ട് ടു അവർ സ്കോളർഷിപ്പ് വിതരണവും കഴിഞ്ഞു. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്തത് മാർച്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ ആണ്. ഇനി ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിക്കുന്നത് മെയ് മാസത്തേതാണ്. സർക്കാർ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു. അതാത് മാസത്തെ പെൻഷൻ കൃത്യസമയങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉത്തരവ് ഇറക്കിയിരുന്നത്. എന്നാൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുന്നതിന് പ്രത്യേകം മറ്റൊരു ഉത്തരവും ഇറക്കിയിരുന്നു. ഏപ്രിൽ മാസത്തെ പെൻഷൻ 2000 രൂപ മുൻകൂറായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നൽകിയത്. ഇലക്ഷൻ 9-ാം തീയതി ആയിരുന്നു. അതിനു മുമ്പ് വിഷു, ഈസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വിതരണം ചെയ്തത്. പക്ഷെ അത് വിതരണം ചെയ്തതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വരുന്ന വിഷു 15-ാം തീയതി വരെയാണ്. ആ ഒരു സമയത്ത് പ്രത്യേകം ഒരു പെൻഷൻ ഇല്ല. അത് നേരത്തെ ലഭിച്ചത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പെൻഷൻ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് 25-ാം തീയതിയാണ് സാധാരണ പെൻഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഓരോ മാസവും അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ മാസം ഇനി ഇല്ല, പെൻഷൻ ഇല്ല. അടുത്ത മാസവും ഈ ഒരു സമയത്തൊന്നും പെൻഷൻ ലഭിക്കില്ല. അടുത്ത മാസം അവസാനത്തോട് കൂടിയിട്ടാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക. അപ്പോഴേക്കും വേറൊരു സർക്കാർ ആയിരിക്കും. അതിപ്പോൾ ആര് വന്നാലും UDF ആയാലും LDF ആയാലും പുതിയ സർക്കാർ ആയിരിക്കും അധികാരത്തിലുണ്ടാവുക. അവരുടെ ആദ്യ പെൻഷൻ 20-ാം തീയതിക്ക് ശേഷമാണ് ഉണ്ടാകുക. അപ്പോൾ 1.5 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്ത ക്ഷേമ പെൻഷൻ നമുക്ക് ലഭിക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസം ലഭിക്കുന്നതാണ്. 20-ന് ശേഷമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്ക് അറിയിപ്പുകളൊന്നും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ പ്രത്യേക അറിയിപ്പുകളൊന്നും വരില്ല. അപ്പോൾ എന്നാണ് ഉണ്ടാകുക എന്ന് നമുക്ക് അക്കൗണ്ടുകളിലേക്ക് കയറുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുക. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചു നോക്കണം. അവർക്ക് ഉത്തരവ് വന്നിട്ട് അവർക്ക് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിതരണം ആരംഭിക്കും. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 18 ലക്ഷത്തോളം ആളുകൾക്കാണ് ലഭിച്ചത്. അതിലും കൂടുതൽ ആളുകൾക്ക് ഈ മാസം ഉണ്ടാകും. 82,000-ത്തോളം അപേക്ഷകൾ റിജക്റ്റ് ആയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുമ്പ്, അതായത് ആദ്യ ഗഡു ലഭിച്ചു, ഫെബ്രുവരിയിൽ ലഭിച്ചു, മാർച്ചിൽ ലഭിച്ചില്ല എന്നൊക്കെ പല ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വരും ദിവസങ്ങളിൽ ആ ഒരു തുക ലഭിക്കുന്ന അടുത്ത ഗഡുവിനോടൊപ്പം തുക ലഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാം.